അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വർഷത്തെ ഹജ്ജ് വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ കണ്ണിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു കാഴ്ച, 130 വയസ്സുള്ള ഒരു ഉമ്മ ഹജ്ജിന് വന്ന ഒരു കൗതുകമായ കാഴ്ച. ഹജ്ജ് എന്ന് പറയുമ്പോൾ നാം വിചാരിക്കുന്നത് പോലെയല്ല. അവിടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. തവാഫുണ്ട്, ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ. ഇതിലൊക്കെ നല്ല ആഫിയത്ത്, ആരോഗ്യമൊക്കെ വേണം. നമുക്ക് ചെറിയ ജലദോഷമൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ നിസ്കാരം മുടങ്ങി, എല്ലാം മുടങ്ങി. ഈ ഒരു പ്രായത്തിൽ പോലും ഹജ്ജിന് വന്ന് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്ന അതിമനോഹരമായ കാഴ്ച, വളരെ സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഹജ്ജിന് പോയവരിൽ പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. നമുക്ക് ആ മരണം സങ്കടമുണ്ടാക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നല്ല മരണമാണ്. അല്ലാഹു പരിശുദ്ധമായ പുണ്യഭൂമിയിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ മരണമല്ല. വളരെ ദുഃഖകരമായൊരു വാർത്ത അതിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്, വലിയ നമ്മുടെ നാടിൻ്റെ തന്നെ 10-25 ആളുകൾ അഗ്നിക്കിരയായ ഒരു സംഭവം. താങ്ങാൻ പറ്റാത്ത, ഇപ്പോൾ കിട്ടിയോടത്തോളം വിവരം 25 ഇനിയും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെ മയ്യത്ത് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. കോയിത്തിൽ അപകടത്തിലുണ്ടായ ഒരു കിച്ചണിലുണ്ടായ ഗ്യാസ് അപകടം, അത് ഉറങ്ങിക്കിടക്കുന്ന മൊത്തം ആളുകളത് അഗ്നിക്കിരയാക്കുകയും ഒരുപാട് ആളുകളെ അഗ്നിക്കിരയാക്കുകയും പലർക്കും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ പെട്ടെന്നുണ്ടായ സംഭവം. കണ്ണ് തുറന്നു നോക്കുമ്പോൾ കറുത്ത പുകയും, ഏതാണ് കവാടം, എവിടെയാണ് വാതിൽ, ഒന്നും അറിയാതെ ശ്വാസം മുട്ടി മരണപ്പെട്ടു പോയി. പലരും രക്ഷപ്പെടാൻ വേണ്ടി തുള്ളിച്ചാടിയപ്പോൾ അതിൽ പലരും ഒരുപാട് സ്വപ്നങ്ങളായി പോയവരുണ്ട്. വിവാഹം നിശ്ചയിച്ചു പോയവരുണ്ട്. വിവാഹം കഴിഞ്ഞ് 1, 2, 3 മാസം, വർഷങ്ങൾ കഴിഞ്ഞ് പോയവരുണ്ട്. ഒരുപാട്. കാരണം അവരുടെ ഭാര്യമാർ, അവരുടെ കുടുംബം മാസം വരുന്ന അവരുടെ സമ്മാനമായ ആ സാലറിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ കുടുംബത്തിന് ഒരുപാട് കടങ്ങളുമായി, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അവർ കടന്നു ചെന്നത്. അവരുടെ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കടങ്ങൾ വാങ്ങി വീട് പണി തുടങ്ങിയവർ, പല നിരക്കും വിവാഹം ആലോചന നടത്തിയവർ, വിവാഹം കഴിഞ്ഞ് 1, 2 വർഷങ്ങളായവർ, ഇങ്ങനെ പലരും പല സ്വപ്നങ്ങളുമായി ഇങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ സമ്മാനവുമായി കാത്തു നിൽക്കുമ്പോൾ, എന്നെ അടുത്ത മാസം കുവൈത്തിൽ നിന്ന് അവരുടെ സ്നേഹനിധികളായ ആ മക്കളുടെയും ആ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകിടം പറഞ്ഞ് അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളെല്ലാം കബറടക്കുന്ന ഒരവസ്ഥ ഓർക്കുമ്പോൾ അതൊന്നും താങ്ങാനും പറയാനും വയ്യാത്തൊരവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബങ്ങൾക്ക് താങ്ങാനുള്ള ശേഷിയും ശക്തിയും അല്ലാഹു നൽകട്ടെ. എത്ര സ്വപ്നങ്ങളാണ് ഒറ്റ ഒരു ചെറിയ അപകടം കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ വലിയ സങ്കടത്തിലാക്കിയ ഒരു അപകടമാണ്. എല്ലാവരുടെ പ്രാർത്ഥന വേണം. പലരുമുണ്ട്, മനുഷ്യരാണ് അതിൽ പലരും. പലരുടെ പേരും ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് പേരുകളെല്ലാം പറഞ്ഞ് ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂട്ടാതെ, തീർച്ചയായും എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ആ കുടുംബത്തിന് എങ്ങനെ ഇത് താങ്ങാൻ പറ്റുമെന്നറിയില്ല. ചില മയ്യത്തുകളെ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, മുസ്ലിമീങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പല സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, എല്ലാവർക്കും അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.